ആളൊരു ഉത്സാഹത്തിന്റെ പുറത്ത് കയറിയതാ. പിന്നെ അതിന്റെ മുകളിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇവനെന്റെ അനിയനാ. അനിയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എന്റെ കാരണം എന്നൊക്കെ പറയാം. വയസ്സിൽ അവൻ എന്റെ ഇളയതാണെങ്കിലും ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോ അവൻ എന്റെ മൂത്തതാ. ആളൊരു പരോപകാരിയാണ്. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും അവൻ മുന്നിലുണ്ടാവും. ഇതിപ്പോ ഒരു ഫാമിലി പെട്ടുപോയതാ. അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് പ്രശ്നം വന്നപ്പോ എത്ര പേരല്ലേ സഹായിക്കാൻ. എനിക്കെന്തോ ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും അവർക്ക് ഒരുക്കുന്ന രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോക്കസ് മാളിലേക്ക് പോയി. ഈ നട്ടുച്ച വെയിലത്ത് എന്തിനാ ഫോക്കസ് മാളിൽ വന്നേന്നല്ലേ? എന്തിന്? വായി നോക്കാൻ, പിന്നെ കുറച്ച് തണുപ്പ് കൊള്ളാൻ. ഫോക്കസ് മാളിൽ പ്രതീക്ഷിച്ചത്ര കളക്ഷൻസ് ഒന്നും ഇല്ല. എന്തറിയില്ല, ഫോക്കസ് മാളിൽ കയറിയതിനു ശേഷം മൊത്തം കപ്പിൾസ് അവിടെ. എന്നെ കൂട്ടാണ്ട് മന്തി എന്നിട്ട് സോപ്പിടാൻ വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചില്ല ആശ. പിന്നെ ഞാൻ കോംപ്രമൈസ് ആയി. എന്താ അറിയില്ല, ഐസ്ക്രീം എന്റെ ഒരു വീക്ക്നെസ്. ഐസ്ക്രീം ഒക്കെ തിന്നുകൊണ്ട് ഒരു 5 മണി വരെ അവിടെ തന്നെ നിന്ന്. ഇവന്റെ കൂടെ പോയാൽ സമയം പോകുന്നതേ മനസ്സിലാവില്ല. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് പോന്നോലും വരുന്നോലൊക്കെ മക്കാറാക്കും. ഇവരെ കണ്ടതിന് ശേഷം എനിക്കൊരു പൂതി, ഇവൻ അതിന്റെ അകത്ത് കയറ്റിയാലോന്ന്. അങ്ങനെ കയറ്റിയതാ. ആള് പക്ഷെ പെട്ടുപോയി. 5 മിനിറ്റേക്ക് 60 റുപ്യയും 10 മിനിറ്റേക്ക് 100 റുപ്യാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 5 മിനിറ്റാ വിചാരിച്ചേ, പക്ഷെ ചില്ലറ ഇല്ലാത്തോണ്ട് 100 പോയി കൊടുത്തത്. ഓർക്ക് മനസ്സിലാവുകയും ചെയ്തില്ല. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എന്തായാലും ആ മിഷൻ അവനെ നൂഡിൽസ് ആക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ഈ മസാജ് അത്ര പിടിച്ചിട്ടില്ല. എന്തായാലും അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിക്ക്. അപ്പൊ നാളെ കാണാം. ചൂസ്.